റോമൻ വാച്ച് പ്രകാരം 4 യാമങ്ങളാക്കി, 3 മണിക്കൂറുള്ള 4 യാമങ്ങളാക്കി അവരതിനെ മാറ്റി. വൈകിട്ട് 6 തൊട്ട് 9 വരെയുള്ള സമയം 6 to 9 ആദ്യത്തെ വാച്ച്, ഫസ്റ്റ് വാച്ച്, 1-ാം യാമം. അത് കഴിഞ്ഞ് 9 തൊട്ട് 12 വരെ 2-ാം യാമം. 12 തൊട്ട് 3 വരെയുള്ള സമയം 3-ാം യാമം. 3 തൊട്ട് വെളുപ്പിന് 6 വരെയുള്ള സമയത്തിന്റെ പേരാണ് 4-ാം യാമം. ഈ ദൂത് നിങ്ങൾ സുവിശേഷങ്ങളും വചനങ്ങളും വായിക്കുമ്പോൾ കേവലം ബുദ്ധിപരമായി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ അതിനകത്തെ കാര്യങ്ങൾ മാത്രം, അക്ഷരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷെ യേശു ഇൻസിഡന്റ് കൊണ്ടുവന്നത് ഭൂമിയിൽ ഒരു പ്രാവചനിക ഒരു വിഷയത്തെ കൊണ്ടിരിക്കുകയാണ്. യേശു ഈ ഭൂമിയിൽ വന്ന അന്ന് മുതൽ യേശുവിന്റെ 2-ാം വരവ് വരെയുള്ള ഒരു കാലഘട്ടത്തെ കൂടെ ഈ അധ്യായം കാണിക്കുകയാണ്. യേശുവിന്റെ 1-ാം വരവ് തൊട്ട് 2-ാം വരവ് വരെയുള്ള ഒരു കാലഘട്ടമാണ് ഈ 4 യാമങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ വരവിന്റെ തൊട്ടു മുമ്പുള്ള ഒരു 4-ാം യാമത്തിൽ സഭയായിരിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ നാളുകൾ ഇല്ലാത്തതുപോലുള്ള പ്രശ്നങ്ങൾ, ദുർഘട സമയങ്ങൾ, ദുഷ്സമയങ്ങൾ, ദുഷ്കാലങ്ങൾ ഭൂമിയിൽ വരുമ്പോൾ ദൈവാത്മാവുള്ള മനുഷ്യനറിയാം, എന്റെ കർത്താവ് കൈയകലത്തിലെത്തി. The Lord is at hand. കർത്താവ് തൊട്ടടുത്തുണ്ട്. നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന ദൂത് അതാണ്. യേശുവിന്റെ വരവ് ഈ മൊമെന്റിൽ, ഈ പ്രീച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ സംഭവിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി സംഭവിക്കാം. നമുക്ക് ആ വരവിന്റെ ടൈം അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, യേശു വരുവാൻ അടുത്തിരിക്കുന്നു. സഭ നല്ല ആമീൻ പറ. ഇതുവരെ ഇത്രയും കേട്ടതിന് നിങ്ങൾ ആമീൻ പറഞ്ഞില്ലെങ്കിലും ഇന്ന് വെളിപ്പാട് പുസ്തകം ആമീൻ പറയുന്നത് പോലെ ഇന്നത്തെ സഭ ആമീൻ പറയണം. യേസ് കർത്താവേ നീ വരേണമേ, ആമീൻ കർത്താവേ വരേണമേ. സഭ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ, അവന്റെ വരവ് ഒത്തിരി അടുത്തു. ഇത് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രാവചനിക സന്ദേശമാണെങ്കിലും എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, അപ്പോൾ തന്നെ യേശുവിന്റെ വരവിന് മുമ്പ് എത്ര ദുഷ്കാലമാണെങ്കിലും, എത്ര ദുർഘട സമയമാണെങ്കിലും ഭൂമിയിൽ യേശുവിന്റെ വരവിന് തൊട്ടു മുമ്പ് ഒരു വലിയ ഉണർവ് വെളിപ്പെടും. ഞാനത് വിശ്വസിക്കുന്നു. എന്നോടൊപ്പം വിശ്വസിക്കുന്നവന് സ്തോത്രം ചെയ്തു. ഈ പവർ വിഷനിൽ ഒരു ഉണർവ് വെളിപ്പെടട്ടെ. ഈ തിരുവല്ലക്കകത്ത് ഒരു ഉണർവ് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഉണർവ് വെളിപ്പെടട്ടെ. എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഉണർവ് വെളിപ്പെടട്ടെ. ശബരകതലഘടകസി. ഞാൻ വിശ്വസിക്കുന്നു, നാം ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ഭാരതം, നമ്മുടെ ഈ രാജ്യത്തിൽ ഇന്ന് ഏപ്രിൽ മാസം ഈ 14-ാം തീയതി നിന്ന് സഭ ഒരുമിച്ച് നമ്മൾ പ്രവചിക്കുക, ഈ ഭാരതത്തിൽ ഒരു 4-ാം യാമം വെളിപ്പെടും. ഇതുവരെ സഭ കാണാത്ത നിലയിൽ, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ ഒരു ദൈവത്തിന്റെ വെളിപ്പെടൽ വരാൻ പോവാ. നിങ്ങൾ ദൂതിൽ സന്തോഷിക്കുന്നെങ്കിൽ ആമേൻ പറയണം. കണ്ട, ഇതുവരെ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു യേശുവിനെ കണ്ടിട്ടില്ല. കൂടിയിരിക്കുന്ന യേശുവിനെ കണ്ടിട്ടുണ്ട്, അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന യേശുവിനെ കണ്ടിട്ടുണ്ട്, സ്തോത്രം, പച്ചവെള്ളം വീഞ്ഞാക്കുന്ന യേശുവിനെ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ മുഖങ്ങൾ പലതുപോലെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കാണാത്ത ഒരു ഫേസ് അന്ന് അവർ കണ്ടു. 4-ാം യാമത്തിൽ അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുക, ഭയങ്കര ബുദ്ധിമുട്ടുക. പലരും പറയാറുണ്ട്, നീ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ബ്രദറെ, ഈ ഇപ്പൊ ആത്മീയത്തിൽ നിൽക്കുക വളരെ ബുദ്ധിമുട്ടാ, ചർച്ചുകൾ ഡൗൺ ആണ്, ഡ്രൈ ആണ് എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സന്തോഷ വാർത്ത പറയട്ടെ, ഇത് 4-ാം യാമമാ. അതുകൊണ്ട് പോൾ പറയുന്നു, പാപം എത്ര പെരുകിയാലും, പാപം എത്ര വർദ്ധിച്ചാലും അതിന്റെ മേളിൽ കൃപ വർദ്ധിക്കും. ഓ ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നവർ മുന്നിൽ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, എത്ര വെല്ലുവിളി ആയിക്കോട്ടെ, പാപം നിന്റെ ജീവിതത്തിൽ നേരെ ശക്തമായി വെല്ലുവിളി നടത്തട്ടെ, എങ്കിലും എനിക്കും നിങ്ങൾക്കും ഇന്ന് സന്തോഷിക്കാൻ കഴിയും. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കൃപ അത്യന്തം വർദ്ധിച്ചു. ഒരുപാട് ഭവനങ്ങൾക്കകത്തേക്ക് ഈ പകൽ ദൈവകൃപയുടെ ഒരു വ്യാപാരം ദൈവം അഴിച്ചുവിടുന്നു. 2 കരങ്ങൾ അടിച്ച് സ്വീകരിച്ചോ. നമ്മൾ നെഗറ്റീവാ കാണുന്നേ, നമ്മൾ ദുഷ്കാലമാ കാണുന്നേ, നമ്മൾ ദുർഘട സമയങ്ങളാ കാണുന്നേ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകുന്നതാ കാണുന്നത്, പാപം പെരുകിയതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്ന് പകൽ സഭ തിരിച്ചു കാണണം. നെഗറ്റീവ് അല്ല നമ്മൾ കാണുന്നത്. അതിന്റെ നടുവിൽ 4-ാം യാമത്തിൽ പുതിയ ഭാവത്തിൽ, പുതിയ പ്രത്യക്ഷത, പുതിയ വെളിപ്പെടലോടെ എൻ്റെ യേശു വരികയാണ്. കഴിഞ്ഞ നാളുകളിൽ മലങ്കര കാണാത്തത്, കഴിഞ്ഞ നാളുകളിൽ ശാന്തന കേരളം കാണാത്തത്, കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യ കാണാത്ത ഒരു പുതിയ അനുഭവം ദൈവം കാത്തിരിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് തരാൻ പോകുന്നു. അങ്ങനെയുള്ള സഭയുടെ മേൽ ആ ഉണർവ് വരാൻ പോകുന്നു.
ജീസസ് നെയിം. കണ്ടോ, യേശു ഇവരെ മുക്കാൻ വന്ന, ഇവരെ നശിപ്പിക്കാൻ വന്ന, ഇവരുടെ ജീവൻ അപായപ്പെടുത്തുവാൻ വന്ന ഈ തിരമാലകളുടെ മീതെ ഒരുവൻ നടന്ന് വരിക. അതാ ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞ, ഗെറ്റ് റെഡി ടു മീറ്റ് ദ ലോർഡ് അറ്റ് ഫോർത്ത് വാച്ച്. 4-ാം യാമത്തിൽ എഴുന്നള്ളി വരുന്നവനെ സ്വീകരിക്കാൻ തന്റെ സഭ റെഡിയാകട്ടെ. 8-ാം ദിനം നിങ്ങൾക്കുള്ള പ്രവചനദൂത് അതാണ്. കുടുംബങ്ങൾ റെഡിയാകട്ടെ. നീ ഈ തിരമാലയിൽ മുങ്ങത്തില്ല. പ്രവചിക്കുന്നു, നീ പ്രതിസന്ധിയിൽ താഴെ പോത്തില്ല. നിന്റെ കരം പിടിച്ചുയർത്തി, നിന്നെ ആത്മാവിൽ നിറച്ച്, പുതിയ അഭിഷേകം നിന്റെ മേൽ പകർന്ന ഒരു ബത്സയിദയിലേക്ക് അല്ല, ഒരു ഗന്നസരത്തിലേക്ക് എന്റെ കർത്താവ് കൊണ്ടുപോകാൻ പോകുകയാണ്. ജീസസ്. നിങ്ങൾ നോക്കിയേ, യേശുവിന്റെ വരവ്, അവരുടെ അടുത്തേക്ക് ഈ തിരമാലകളുടെ മീതെ നടന്ന് ഒരുവൻ വന്നപ്പോൾ അവരെ നമ്മൾ വിളിച്ച പോലെ തന്നെ അവരും വിളിച്ചു. നമ്മൾ ഇങ്ങനെ പലതും പുതിയൊരു അനുഭവം നമുക്ക് കിട്ടിയാൽ അപ്പൊ തന്നെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ഗോസ്റ്റ്, ഭൂതം. ആത്മലോകം തെറ്റിപ്പോവാണ് എല്ലാത്തിനും. ഹല്ലേലൂയ. എല്ലാം ഭൂതമല്ല. നിങ്ങൾ നോക്കിയേ, കോവിഡ് വന്നപ്പോൾ ആളുകൾ പറഞ്ഞു ഇത് ഭൂതം. ഈ ദൂത് കർത്താവ് തന്നിട്ട് പറഞ്ഞു, ഭൂതമല്ലടാ, ഇത് ഞാൻ തന്നെയാ. ഞാൻ ദേശത്തിന്റെ മേൽ നടക്കാൻ പോവാ. കൊറോണ യേശുവാന്നല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ പിന്നിൽ വെളിപ്പെട്ട് വന്ന നമ്മുടെ രാജ്യത്തിന് ഒരു ഉണർവ് കൊണ്ടുവരാൻ ദൈവം ഒരുക്കുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ നെഗറ്റീവും എന്റെ കർത്താവ് പോസിറ്റീവാക്കി മാറ്റും. എത്ര വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഒരു പുതിയ രൂപത്തിൽ വന്നപ്പോൾ ഇതുവരെ കാണാത്ത ഒരു പ്രത്യക്ഷത, ഇതുവരെ കാണാത്ത ഒരു അനുഭവം. ഒരുപാട് പേരോട് ആത്മാവ് പ്രവചിക്കുന്നു. ഈ തലമുറയിലെ ഒരു ദൂത് ഉണർവ് കൊതിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു വലിയ റിവൈവൽ എന്റെ വീട്ടിൽ നടക്കണം, എന്റെ സഭയിൽ നടക്കണം, എന്റെ ദേശത്ത് നടക്കണം. അങ്ങനെ കൊതിക്കുന്നവർ കൈ ഉയർത്തിക്കോ. അവരോട് ആത്മാവ് പറയുന്നു, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി യെശയ്യാവ് 43 ഞാൻ പ്രവചിക്കുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പഴയതല്ല. പഴയതിനെ സല്യൂട്ട് ചെയ്യാം. പഴയ അനുഭവങ്ങൾ, പഴയ അന്യഭാഷകൾ, പഴയ കൃപകൾ, പഴയ കൃപാവരങ്ങൾ. എന്നാൽ ഇതാ ദൈവം പുതിയത് തരാൻ പോകുന്നു. പുതിയ കൃപകൾ തരാൻ പോകുന്നു. പുതിയ അന്യഭാഷകൾ തരാൻ പോകുന്നു. തീർന്നില്ല, പുതിയ ആയുധങ്ങൾ തരാൻ പോകുന്നു. പുതിയ അനുഭവങ്ങൾ തരാൻ പോകുന്നു. ഈ ദൂത് ഞാൻ പറയുമ്പോൾ തന്നെ ഇതുവരെ നിങ്ങൾക്കില്ലാത്ത ചില എക്സ്പീരിയൻസുകൾ, വീടിനകത്ത് ഉറക്കത്തിൽ സ്വപ്നങ്ങളിൽ കൂടെ ഇതുവരെ കാണാത്ത ചില ദിവ്യ ദർശനങ്ങൾ, ഡിവൈൻ എൻകൗണ്ടറുകൾ ദൈവം സഭയ്ക്ക് തരാൻ പോകുന്നു. ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന സകലർക്കും ചില ദൈവിക അനുഭവങ്ങൾ, ഞാൻ ആ പദം ഉപയോഗിക്കുന്നു, ചില ഡിവൈൻ എൻകൗണ്ടർ, ദൈവിക ഏറ്റുമുട്ടലുകൾ ദൈവം സഭയ്ക്ക് തരാൻ പോകുന്നു. ആ 2 കരമടിച്ച് നിങ്ങൾ ഔപചാരികത നോക്കണ്ട. ദൈവത്തിന് വിട്ടുകൊടുക്ക, പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്ക. കർത്താവ് ഇന്ന് പകൽ ഈ പവർ വിഷൻ ടിവിക്കകത്ത് ഇവിടെ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മേൽ, അതുപോലെ ദേശത്തിന്റെ മേൽ, ഇന്ന് പകൽ ലൈവിലായിരിക്കുന്ന സകല മക്കളുടെ മേലും പുതിയ അനുഭവങ്ങൾ സ്വർഗം പകരട്ടെ. നമ്മുടെ ദൈവം എപ്പോഴും പുതുമയുടെ ദൈവമാ. പുതിയതാ. സാത്താൻ പുതിയ ചരക്കുമായി, പുതിയ ആയുധങ്ങളുമായി, പുതിയ സ്ട്രാറ്റജിയുമായി അവൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കൂട്ടല്ല. 24 മണിക്കൂർ ലാപ്ടോപ്പ് വെച്ച് തങ്ങളുടെ സഹോദരന്മാരെ എന്തൊക്കെ ചെയ്യണം, കുറ്റം ചുമത്തണം, എങ്ങനെ അവരെ വീഴിക്കണം, എങ്ങനെയാ സഭയെ താഴ്ത്തിക്കളയാം, എങ്ങനെയാ കുടുംബത്തെ, എങ്ങനെയാ വ്യക്തികളെ, എങ്ങനെ യൗവനക്കാരെ ഒക്കെ ഡിസ്ട്രാക്ട് ചെയ്യാം എന്ന 24 മണിക്കൂറും സാത്താൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ നിങ്ങൾ കരുതുമോ കൈകെട്ടി നോക്കിയിരിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ നിങ്ങൾ സേവിക്കുന്നത്? 4-ാം യാമത്തിൽ തന്റെ ജനം തണ്ടുവലിച്ച് വലയുമ്പോൾ അവരുടെ നടുവിൽ ആ കടലിന് മീതെ നടന്നു വരുന്ന ഒരു വലിയ കർത്താവ് ഈ പകൽ സഭയ്ക്ക് വേണ്ടിയുണ്ട്. അവൻ സഭയ്ക്ക് വേണ്ടി എഴുന്നേൽക്കും. അല്ല, സഭകൾക്ക് വേണ്ടി. ജീസസ് പറഞ്ഞാട്ടെ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഒരു പുതുതിന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു പുതിയ പ്രാർത്ഥനാ ജീവിതം, ദൈവാത്മാവുള്ള ഒരു പുതിയ അനുഭവം. നമ്മൾ പഴക്കങ്ങളായില്ലേ, പരിചയങ്ങളായില്ലേ, പ്രാർത്ഥന പഴക്കങ്ങൾ, ആരാധന പഴക്കങ്ങൾ, ഹല്ലേലൂയ, സഭായോഗം പഴക്കം, രീതികൾ, ചടങ്ങുകൾ, പഴമകൾ, പഴക്കങ്ങൾ. കർത്താവ് നമ്മളിൽ നിന്ന് തൂത്തെറിഞ്ഞ് ഒരു പുതിയ അനുഭവം കർത്താവുമായി തരാൻ പോകുന്നു. കൊതിച്ച് പ്രാർത്ഥിക്കുന്ന ഔപചാരികമായി അതിനകത്തിരിക്കുന്നവരോടല്ല ഞാൻ സ്തോത്രം. ആത്മാവിൽ ആരെങ്കിലും ഒന്ന് ഇരിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് കൈ ഉയർത്താമോ? ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ എനിക്കുണ്ട്. നിങ്ങൾക്കൊരു പുതിയ അനുഭവം തരാൻ പോകുന്നു.
ദൈവം തരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ അനുഭവം സ്വർഗം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. ദൈവവുമായൊരു പുതിയ എൻകൗണ്ടർ കർത്താവ് തരാൻ പോകുന്നു. നല്ല രാമയും പറഞ്ഞാട്ടെ. ഞാൻ വേഗത്തിൽ മടങ്ങി വരുന്നു. 4 യാമങ്ങളാണ്. അതിൽ 4-ാം യാമത്തിൽ ആ സഭ ഇപ്പം എൻ ടൈം എന്ന് പറയുമ്പോൾ ഏത് മൊമെന്റ് കർത്താവ് വരാം. എന്നാൽ അതിനു മുമ്പ് ഞാൻ വിശ്വസിക്കുന്നു, ഒരിക്കൽ ഗുജറാത്ത് ഭൂകമ്പം വരെ പ്രവചിച്ച ഒരു ദൈവത്തിന്റെ അഭിഷക്തൻ, ഇന്ത്യയെ നോക്കി പ്രവചിച്ച ഒരു പ്രവചനവും ഇന്ന് കിടപ്പുണ്ട് കേട്ടോ. കൃത്യമായി പ്രവചിച്ച പ്രവചനങ്ങൾ നിവർത്തിയായി. ആത്മലോകം മനസ്സിലാക്കുന്നവർക്കൊക്കെ അറിയാം. അദ്ദേഹം പ്രവചിച്ചിട്ട് പോയ ഒരു പ്രവചനം ഇന്ത്യക്ക് നേരെ കിടപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. യോഹന്നാൻ 2 കാനാവിലെ കല്യാണം എടുത്ത് താൻ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞു, ആദ്യം എന്താണ് കർത്താവ് കൊടുത്തത്? ഇളപ്പമായ വീഞ്ഞ്, അല്ലേ? ഹല്ലേലൂയ. ഒടുവിൽ കൊടുത്തത് കട്ടിയേറിയ വീഞ്ഞ്. കർത്താവ് ഇതുവരെ ഇളപ്പമായതാണ് സഭയ്ക്ക് കൊടുത്തത്. എന്നാൽ എൻ ടൈമിൽ, അന്ത്യകാലത്ത് കടുപ്പമേറിയ ഒരു വീഞ്ഞ് ദൈവം സഭയ്ക്ക് കൊടുക്കാൻ പോകുന്നു. കട്ടിയേറിയ വീഞ്ഞ്, അർത്ഥം കട്ടിയേറിയ ആത്മീയ അനുഭവങ്ങൾ, ഒരു കട്ടിയേറിയ ആത്മസാന്നിധ്യം, കട്ടിയേറിയ ഒരു അഭിഷേകം, പുതുമ നിറഞ്ഞ ഒരു ആത്മീയ അനുഭവങ്ങൾ സഭയ്ക്ക് കൊടുക്കാൻ പോവാ. ആ പ്രവചനം ഇന്ത്യയുടെ മേൽ നിറവേറും. ഇവിടുത്തെ വെല്ലുവിളികൾ നിറഞ്ഞ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ സിറ്റുവേഷൻ എല്ലാം നെഗറ്റീവാ. ശക്തമായി ഒരു സാധ്യതയില്ല. എല്ലാ വാതിലും അടയുകയാണ്. സുവിശേഷീകരണത്തിന്, കർത്താവിനെ അറിയിക്കാനുള്ള സാധ്യതകൾ മങ്ങുക. എന്നാൽ മങ്ങുക അല്ല ദൈവമക്കളെ, തണ്ട് വലിച്ച് തുഴഞ്ഞു നിൽക്കുന്ന ഒത്തിരി അഭിഷക്ത ഗണം നോർത്ത് ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ഒരു അരനാഴിക കൂടെ നീ തുഴയണം. ഇത് ദൂതാ കേട്ടോ. അരനാഴിക കൂടെ നീ തുഴഞ്ഞാൽ തൊട്ടടുത്ത് ഒരു ഡെലിവറൻസ് ഉണ്ട്. സഭ ഇച്ചിരി ഏകാഗ്രത നിൽക്ക്. യെസ്, ഈ ദൂത് ഞാൻ പറയുമ്പോൾ ചില മേൽ ആത്മശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. പ്രാപിച്ചോ? റിസീവ്. മീഡിയയിൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർ ആ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് പ്രാപിച്ചോ? റിസീവ്. റിസീവ് അനോയിന്റിംഗ്. റിസീവ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ വരവിന് മുമ്പ് നാം ഇതുവരെ ലോകം കാണാത്ത ഒരു ഉണർവ് 5 വൻകരകളിലും അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ താമസിക്കുന്ന രാജ്യമല്ലേ? നിങ്ങളും അതാ ഇഷ്ടപ്പെടുന്നേ. അതുകൊണ്ട് പറയും, നമ്മുടെ രാജ്യത്ത് നടക്കും. ഇന്ത്യയിൽ അങ്ങനെ ഒരു ഉണർവ് സംഭവിക്കും. നല്ല ആമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം, ഒരു ദൂതോടെ ഞാൻ കൽക്കൂടി ചെയ്യാൻ പോവാ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ വൈകിട്ട് 6 തൊട്ട് രാവിലെ 6 വരെ 12 മണിക്കൂർ, ഞാൻ പറഞ്ഞു 4 യാമങ്ങളാണ്. 4-ാം യാമം എന്ന് പറയുന്ന ടൈം വെളുപ്പിന് 3 തൊട്ട് 6 വരെയുള്ള സമയമാണ്. 3 to 6 നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ നടക്കുന്ന ടൈം ഈ വെളുപ്പിനാണ്. നമുക്കറിയാം, പത്രവാർത്തകൾ വായിക്കുന്നവർക്കറിയാം, ശരിക്കും ആത്മീയ വിവേചിക്കുന്നവർക്കറിയാം ഈ മൊമെന്റ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഉറങ്ങിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു സാമട്ടിൽ ഇരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കുറെ നാളായി മിനിസ്ട്രിയിൽ, നമ്മൾ കുറെ നാളായി ആത്മീയ ജീവിതം നയിക്കുക, മുന്നോട്ട് പോവാ. ഒന്നും കാണുന്നില്ല, ഒരു വിടുതലില്ല. നാം പ്രതീക്ഷിക്കുന്ന പോലെ ദൈവപ്രവൃത്തി കാണുന്നില്ല. അങ്ങനെ മടുത്തിരിക്കുന്ന ഒത്തിരി പേരോട് ഇന്ന് പകൽ ദൂത് പറയുക, നീ ഉണരാൻ സമയമായി. ഞാൻ അവർക്ക് വേണ്ടി റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ സ്തോത്രം 11-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. റോമാലേഖനം 13:11. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഹല്ലേലൂയ. 12-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. ഉറക്കത്തിൽ നിന്ന് സഭ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ, നോയിങ് ദ ടൈം, സമയത്തെ അറിയണം. ചേർന്ന് പറ, സമയത്തെ അറിയണം. സമയത്തെ അറിയണം. ലോകം മുഴുവൻ മയക്കത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പെട്ടെന്നുള്ള വെല്ലുവിളികളാ, പ്രതിസന്ധികൾ അല്ലേ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന ന്യൂസുകൾ കേട്ടു. ബൈബിൾ പറയുന്നു, ആരെ വിഴുങ്ങേണ്ടു എന്ന് കണ്ട് സാത്താൻ ഊടാടി സഞ്ചരിക്കുകയാണ്. ഭൂലോകത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പഴയ പാമ്പ് എന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. പുൽപ്പറ്റിൽ നിൽക്കുന്നവർക്ക്, മിനിസ്ട്രി ചെയ്തുകൊണ്ട് നിൽക്കുന്നവർക്ക്, വർഷിപ്പ് ലീഡേഴ്സിന് ഏകാഗ്രത പോകുന്ന, മനസ്സ് തെറ്റിപ്പോകുന്ന
തെറ്റിച്ച് കളയുന്ന ഒരു വ്യാപാരമുണ്ട്. ഇതൊരു 4-ാം യാമമാണ്. കാരണം നമ്മൾ ഉറക്കത്തിപ്പാൻ ചാൻസ് ഉണ്ട്. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ഒരു കൃപ ചോദിക്കാം. കാരണം ഇത് ഉറങ്ങേണ്ട സമയമല്ല, ഉണർന്നിരിക്കേണ്ട സമയമാണ്. കാരണം രക്ഷ വളരെ അടുത്തിരിക്കുന്നു. തൊട്ടു മുമ്പിൽ ഒരു വിടുതൽ ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഇത്രയും സ്ട്രഗിള്. തൊട്ടു മുമ്പിൽ നിന്റെ വീടിനകത്ത്, നിന്റെ ജീവിതത്തിൽ, നിന്റെ ചർച്ചിൽ ഒരു ഡെലിവറൻസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഉള്ള എല്ലാ വെല്ലുവിളികളും. അതുകൊണ്ട് ഇന്ന് സമയത്തെ അറിഞ്ഞോ, കർത്താവ് 4-ാം യാമത്തിൽ വെളിപ്പെടും. പക്ഷെ അരനാഴിക കൂടെ ഉറങ്ങാതെ ഉണർന്നിരിക്കണം. എന്താണ്? ഭൗതികമായി ഉണർന്നിരിക്കുന്ന കാര്യമല്ല, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുക. യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, കർത്താവിന്റെ ഉയർപ്പിന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് യേശു പറഞ്ഞ ദൂതാണ്. എന്താണ് പറഞ്ഞത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എല്ലാരും ചേർന്നെന്ന് പറയാമോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. കാരണം പെട്ടെന്ന് വരുന്ന ചില വിഷയങ്ങൾ നമ്മളെ എന്ത് ചെയ്യും? ഡിസ്ട്രാക്ട് ചെയ്യും. കാറ്റ് എന്താ ചെയ്യുന്നത്? എപ്പോഴും കാറ്റിന്റെ ജോലി, പ്രധാന ജോലി, ഈ പടക ഒരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോകുന്നത് ഗന്നസരത്തിലേക്കാണ്, അല്ലെങ്കിൽ ബത്സയിദയിലേക്കാണ്. ബത്സയിദ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ദ ഹൗസ് ഓഫ് ഫിഷിംഗ് എന്ന, മത്സ്യബന്ധനം എന്ന. മുമ്പിൽ ഞാൻ ആത്മാവിൽ പറയുകയാണ്, ഒരു വലിയ ആത്മാക്കളുടെ കൂട്ടം നമ്മുടെ ദേശത്തുണ്ട്. രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരാൻ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറാണ്. ഹല്ലേലൂയ. ഒരു ബത്സയിദയായി ഇന്ത്യ മാറട്ടെ. ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്നാൽ ആ ശുശ്രൂഷയിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നാം പോകുമ്പോൾ അവിടുന്ന് വരുന്ന വിൻഡ് ചെറിയ വിൻഡല്ല, സ്ട്രോങ് വിൻഡാ. ഹല്ലേലൂയ. ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവർക്കറിയാം, സ്ട്രോങ് വിൻഡുകൾ എന്ത് ചെയ്യും? നമ്മളെ എയർ പോക്കറ്റിൽ കൊണ്ടുപോകും. ഫ്ലൈറ്റ് ഷെയ്ക്ക് ചെയ്യും. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ എന്ത് ചെയ്യും? മാറിപ്പോവും. വിൻഡ് എപ്പോഴും നമ്മളെ ഒരു സൈഡിലോട്ട് മാറ്റും. നമ്മൾ പോകുന്ന ലക്ഷ്യത്തിൽ നിന്ന്, നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ നിന്ന് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിപ്പിക്കുന്നതാണ് ഈ കാറ്റ്. എല്ലാ ദൈവമക്കളും ലൈവിലും പ്രയർ ഹോളിലും ഇരിക്കുന്നവർ കേട്ടുകൊള്ളുക. നിന്നെ ആത്മീയത്തിൽ നിന്ന്, ലക്ഷ്യത്തിൽ നിന്ന്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ചില കാറ്റുകളുടെ നടുവിൽ ഇന്ന് നിങ്ങൾ ചോദ്യര്, എനിക്കൊരു കൃപ വേണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ കറക്റ്റ് എന്റെ സെൻട്രൽ ലൈനിൽ ക്രിസ്തുവിൽ ദൈവകൃപയിൽ നിൽപ്പാൻ കർത്താവിന്റെ ഒരു അഭിഷേകം എനിക്കിന്ന് പകൽ വേണം. എത്ര പേർ പ്രാർത്ഥിക്കും? അങ്ങനെ നീ നിൽക്കുകയാണെങ്കിൽ താങ്കളോട് ഞാൻ പറയാം, താങ്കൾ ഒരു ഉണർവ് കാണും. താങ്കളുടെ വീട് ഒരു ദൈവപ്രവൃത്തി കാണും. ഹല്ലേലൂയ. താങ്കളുടെ സഭ ഒരു ഉണർവിന് സാക്ഷിയാകും. താങ്കളുടെ മുമ്പിൽ ഒരു ബത്സയിദയുണ്ട്. ആ 2 കരങ്ങളടിച്ച് അല്പസമയം കൂടെ അഭിഷേകത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ലാമാന ഹസ്തനാദല ഘടകസി അന്തൽ കമാര ഹൽക്കമനബ ഷൈരാദൽ ഘടകസി. ജീസസ്. മത്തായി 25 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിലപ്പെട്ട സന്ദേശമാണ്, ഉപമയാണ്. 10 കന്യകമാർ. 10 കന്യകമാർ നിങ്ങൾ കൊണ്ട് 10 പേർ നിൽക്കുക. 10 പേരും എന്ത് ചെയ്തു? വിളക്കെടുത്തു. പക്ഷെ ഒറ്റ പ്രത്യേകതയുണ്ടായിരുന്നു. മണവാളം വരാൻ സമയമായപ്പോൾ എല്ലാവർക്കും ഉറക്കം പിടിച്ചു തുടങ്ങി. അങ്ങനെയാണ് മത്തായി 25 നമ്മൾ വായിക്കുന്നു. 25-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. ഒരു ദൈവപ്രവൃത്തി കാണാതെ വരുമ്പോൾ, ഒരു വിടുതൽ കാണാതെ വരുമ്പോൾ, നാളുകളായി പ്രാർത്ഥിച്ചു, പക്ഷെ ഒരു ഡെലിവറൻസ് ഇല്ല. അപ്പോഴാ ഉറക്കം വരാൻ ചാൻസ്, മടുപ്പ് വരും. നമുക്ക് പറയത്തില്ലേ, പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് മടുപ്പാ. ആ മടുപ്പിന്റെ സമയത്തായിരിക്കും നിന്റെ ഒരു വിടുതൽ വരേണ്ട സമയം. ഇന്ന് പകൽ പ്രവചിക്കുന്നു, ആ ഉറക്കത്തിൽ നിന്ന് ഉണരുക. ഇപ്പോൾ വായിക്കുന്ന മയക്കത്തിൽ നിന്ന് ഉണരുക. ഗെറ്റ് റെഡി ടു മീറ്റ് ദ ലോർഡ് അറ്റ് 4th watch. 4-ാം യാമത്തിൽ വെളിപ്പെട്ട് വരണ്ട മണവാളനെ എതിരേൽക്കാൻ സഭ ഒരുങ്ങട്ടെ. പ്രയർ ഹാളിൽ ഇരിക്കുന്ന ദൈവമക്കൾ ഒരുങ്ങട്ടെ. മീഡിയയിൽ ലൈവിൽ ഇരിക്കുന്ന ജനം ഇന്ന് പകൽ ഒരുങ്ങട്ടെ. ആ 2 കരമടിച്ച് ശക്തിയോടെ അഭിഷേകത്തോടെ റൂബാദ ശമന കദല ഘടകസി അത്തൽ കമാന കദല ഘടകസി അർദ്ധ ജരാദൽ ഘടകസി അന്തുരാദൽ ഘടകസേതേറിയാന്തൽ ഘടകസി. അതുകൊണ്ട് എന്തിനാ നമുക്ക് ഈ കാലം? ഇത് ദുഷ്കാലമാണ്. എല്ലാം പ്രശ്നമുഖരിതമാണ്, വെല്ലുവിളികളാണ്, പ്രതിസന്ധികളാണ്, തിരമാലകൾ ഉയർന്നു പൊന്തുകയാണ്. ഇത് വിഴുങ്ങുമെന്ന് തോന്നും. പക്ഷേ നീ നിൽക്കുന്നിടത്ത് നിന്ന് നീ കരമുയർത്തണം. അപ്പോൾ നിനക്ക് എന്താ തരുന്നറിയാം? അവിടെ തരുന്നത് ആത്മാവിന്റെ നിറവ്.
ആത്മനിറവ് എന്തിനാ തരുന്നറിയാമോ? നീ ലക്ഷ്യത്തിലേക്ക് പോകണം. ഈ കാറ്റ് നിന്നെ അടിച്ചുകൊണ്ട് ഏതെങ്കിലും നോർത്തിലോ സൗത്തിലോ കൊണ്ടുപോകല്ല്. നീ ആത്മീയത്തിൽ നിൽക്കണം, നീ കൃപയിൽ നിൽക്കണം, നീ ഏകാഗ്രതയിൽ നിൽക്കണം, നീ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കണം. അങ്ങനെ നിന്നാൽ നിനക്ക് കർത്താവിനെ എതിരേൽക്കാൻ പറ്റും. കർത്താവിന്റെ രണ്ടാം വരവിലും അപ്പോൾ തന്നെ ഈ തലമുറയിൽ നടക്കുന്ന ഒരു ഉണർവിനും ദൈവം താങ്കളെ നിർത്തും. ആ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ഷാമ ഹസ്തനാദല ഘടകസി, ഒരു മഹത്വം ഇപ്പോൾ ഈ ദൂത് കേട്ട സകലരുടെ മേലും ഇപ്പോൾ വന്ന് നിറയട്ടെ. ആറാ ശമനകതല ഘടകസി, യേശുവിൻ നാമത്തിൽ ഞാൻ അങ്ങനെ അവരെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. നല്ല ആമീൻ പറയാമോ? ആമേൻ.